മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന്. എൻ്റെ പേര് അജിന, എൻ്റെ ഹസ്ബൻഡ് പ്രകാശ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ നിന്നുമാണ്. ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് 2023 എൻ്റെ ഹസ്ബൻഡാണ് എടുക്കുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഒരു രോഗസൗഖ്യമാണ്. അത് ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല. എൻ്റെ ഹസ്ബൻഡ് 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഉടമ്പടിയിലിരിക്കവേ ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ ഒരു റിലേറ്റീവ്, അതായത് ഈ ചേട്ടൻ, പേര് ഷാജി, ആ ചേട്ടൻ RCCയിലാണ്. ആ ചേട്ടന് ബ്ലഡ് വേണ്ടി വരും. അതൊന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഉടമ്പടിയിലാണ്, ഇങ്ങനെ അവിടെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നതാണ്. ഞങ്ങൾ ഉടമ്പടിയിലിരിക്കുന്നത് കൊണ്ട് ഞങ്ങളിൽ ഉടമ്പടി വസ്തുവായ ഉപ്പും തൈലവും ഉണ്ട്, ഞങ്ങൾ അത് കൊണ്ടുവന്ന് തരാം. അത് സർജറിക്ക് മുന്നേ ആ ചേട്ടനെ അവിടെ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് ചേട്ടന് പുനലൂർ ഹോസ്പിറ്റൽ, അവർ അഞ്ചലാണ് താമസിക്കുന്നത്. പുനലൂർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നാക്കിൽ ചെറിയ തടുപ്പുണ്ടായിരുന്നു. ആ തടുപ്പ് ബയോപ്സിക്ക് വിട്ടപ്പോൾ അത് നാക്കിൽ ക്യാൻസറാണെന്ന് പറയുകയും അത് തിരുവനന്തപുരം RCCയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്ത് അവിടെ വെച്ച് ഡോക്ടർമാർ പറഞ്ഞത് താടിയെല്ലും എടുക്കണം, നാക്കും എടുത്ത് മാറ്റണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സർജറിക്ക് ബ്ലഡ് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങൾ ചേട്ടൻ്റെ സർജറിയുടെ അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഉടമ്പടി വസ്തുവായ ഉപ്പ് കൊണ്ടുചെന്ന് ഈ ചേട്ടൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ചേച്ചി നന്നായി പ്രാർത്ഥിക്കണം, ഞങ്ങളും നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ചേച്ചി ഈ ഉപ്പ് സർജറിക്ക് മുന്നേ ചേട്ടൻ്റെ നാക്കിൽ പുരട്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ചേച്ചി തിയേറ്ററിൽ കയറുന്നതിന് മുന്നേ തന്നെ ചേട്ടൻ്റെ നാവിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ആ സർജറി ഡോക്ടേഴ്സ് സർജറി റൂമിൽ കയറ്റിയതിന് ശേഷം പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ആ തടുപ്പ് മാത്രം കുറച്ച് എടുത്ത് ബയോപ്സിക്ക് വിട്ടതിന് ശേഷം മാത്രം താടിയെല്ലും നാക്കും എടുക്കാം എന്ന് ആദ്യമേ പറഞ്ഞത്. താടിയെല്ലും ഈ നാക്കും എടുക്കണമെന്നാണ്. പക്ഷേ ആ തിയേറ്ററിൽ കയറിയതിന് ശേഷം ഡോക്ടേഴ്സ് പറയുകയാണ്, ഒരിക്കൽ കൂടി നമുക്ക് ബയോപ്സിക്ക് അയക്കാം, അത് കഴിഞ്ഞ് മതി താടിയെല്ലും ഈ നാവും എടുക്കുന്നതെന്ന്. അതിൻ്റെ ഫലമായിട്ട് ആ മുകളിൽ നിന്ന് ദശ മൊത്തവും സർജറി ചെയ്ത് മാറ്റി അത് ബയോപ്സിക്ക് വിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അതിൽ ക്യാൻസർ ഇല്ല, താടിയെല്ലും എടുത്തില്ല, നാക്കും എടുത്തില്ല. ചേട്ടൻ ഇപ്പം നല്ല പൂർണ്ണ സൗഖ്യത്തോടെ ഇരിക്കുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സാക്ഷ്യം. അത് ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല, ഞങ്ങൾ ഉടമ്പടിയിൽ ഇരിക്കവേ നേർച്ച വസ്തു കൊടുത്തതാണ്. പിന്നെ ആ ഉടമ്പടി പൂർത്തിയായി പുതുക്കാനായിട്ട് ഞങ്ങൾ വന്നു. പുതുക്കാന്നതിന് തൊട്ട് മുന്നേ എൻ്റെ ഹസ്ബൻഡിന് വയറിന് ഭയങ്കര അസ്വസ്ഥത. അത് ഞങ്ങൾ പല ഹോസ്പിറ്റലിലും കാണിച്ച്, പിന്നെ മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കൊളനോസ്കോപ്പി ചെയ്യണമെന്ന്. കൊളനോസ്കോപ്പിക്ക് പോകുന്നതിന് തൊട്ട് മുന്നായി ഉടമ്പടി വസ്തുവായ ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിച്ച് കൊളനോസ്കോപ്പിക്ക് കയറി. ബയോപ്സിക്ക് 4 ബോട്ടിലിൽ അവിടെ നിന്ന് തന്നായിരുന്നു. അത് അവിടെ ബയോപ്സിക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അപ്പോഴെനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് യാതൊന്നും വരില്ല, ഞങ്ങൾ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വരത്തില്ല, അത് നെഗറ്റീവ് ആയിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു. റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് തന്നെയായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞ് ആ വയറുവേദന ചിലപ്പോൾ ഫാറ്റി ലിവർ ഉള്ളത് കൊണ്ടായിരിക്കാം, ഫാറ്റി ലിവറിന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ലിവറിൽ ചെറിയ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫൈബ്രോ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതും ഞങ്ങൾ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഫൈബ്രോ സ്കാനിന് പോയി. അതിലും പ്രശ്നമൊന്നുമില്ല, മരുന്നിൽ അത് തീർന്നു. അത് കഴിഞ്ഞ് എൻ്റെ വായിൽ ഒരു ചുവന്ന പാട് വരികയും അത് കൂടുതൽ കളർ ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അത് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ 3 മാസം വരെ വെയിറ്റ് ചെയ്യ്, അതിന് ശേഷം നമുക്ക് ബയോപ്സിയോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഇവിടെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വരികയും ഇവിടുത്തെ മിനോറ വിളക്കുന്ന്
തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് എന്നും ഉപ്പും ഈ തൈലവും തേക്കുമായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 മാസത്തിന് മുന്നേ തന്നെ അത് മാഞ്ഞു പോവുകയും ചെയ്ത്. പിന്നെ വേറൊരു സാക്ഷ്യമെന്ന് പറയാൻ, ഈ വർഷം ജനുവരി 18-ാം തീയതി, അതായത് ഒരുപാട് 14 വർഷം കൊണ്ട് ഞങ്ങളുടെ പുരയിടത്തിൻ്റെ ഒരു കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഞങ്ങൾക്ക് 10 സെൻറ്റും തൊട്ടടുത്ത വീട്ടുകാർക്ക് 9 സെൻറ്റും ആയിരുന്നു. ഈ 9 സെൻറ്റുള്ള അവർ പറയുന്നു അവർക്ക് 10 സെൻറ്റ് വേണമെന്ന്. അതിങ്ങനെ അമ്മയും അവരൊക്കെ ആയിട്ട് തർക്കങ്ങളൊക്കെ നടന്ന് ഇങ്ങനെ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് ഇപ്പോൾ കോടതി വിധി വന്നത്. ഞങ്ങൾക്ക് 10 സെൻറ്റ് വിധി വന്നു. പക്ഷേ അത് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അളക്കുമ്പോൾ ഞങ്ങൾക്ക് 10 സെൻറ്റ് അളക്കുന്നത് തൊട്ടപ്പുറത്തെ പുരയിടത്തിലേക്ക് മാറിപ്പോകും. അങ്ങനെ പോയാൽ ആ തൊട്ടപ്പുറത്തെ പുരയിടക്കാരുടെ വീടിൻ്റെ ചുവര് വരെ ഇടിക്കേണ്ടി വരും. അത് അവർ സമ്മതിക്കുകയില്ല. ഈ അഡ്ജസ്റ്റ് ചെയ്ത് അളന്ന് അവർക്ക് കൊടുത്താൽ ഈ കേസ് തീരുകയും പിന്നെ ഞങ്ങൾ മറ്റുള്ള ആ പുരയിടക്കാരുമായിട്ട് വീണ്ടും കേസ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ ഈ ചേട്ടൻ്റെ രോഗസൗഖ്യത്തിന് ശേഷം എൻ്റെ വീട്ടിലെ എല്ലാവരും ഉടമ്പടിയിലാണ്. എൻ്റെ റിലേറ്റീവ് കുറേ പേര് ഉടമ്പടിയിലാണ്. അമ്മയിൽ വിശ്വസിച്ച് പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. സത്യം മാത്രമേ വിജയിക്കാവൂ. അമ്മയോട് ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കോടതിയിൽ നിന്നും 2 പ്രാവശ്യം പോലീസും അവിടുത്തെ ഉദ്യോഗസ്ഥരും വന്ന് അളന്ന സമയത്തും അത് നടക്കാതെ പോയി. 3ാമത് വന്നപ്പോൾ അവർ കൂടുതൽ പോലീസിനെ ആവശ്യപ്പെടുകയും അന്ന് ജനുവരി 18-ാം തീയതി അളവ് നടത്തും, അവർ മതിൽ കെട്ടി തിരിക്കുമെന്നും പറഞ്ഞ്. പക്ഷേ അതിന് തൊട്ട് മുമ്പായിട്ട് 18-ന് മുന്നേ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനി ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഞങ്ങൾ അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടുകയും ആ ഉദ്യോഗസ്ഥനോട് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം പുരയിടത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എൻ്റെ നിന്ന് ആ ഡോക്യുമെൻ്റ് എല്ലാം മേടിച്ച് പരിശോധിക്കുകയും എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ മോള് ആ കോടതിയിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കണം, പിന്നെ നിങ്ങളും ഒരു സർവേരെ കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാം വിശദീകരിച്ച് എല്ലാം എന്നെ പഠിപ്പിച്ചു വിട്ടു. 18-ാം തീയതി വരുമെന്ന് പറയുന്നതിൻ്റെ തലേന്ന് ഒരു സർവേരെ ഞങ്ങൾ വിളിക്കുകയും ആ ചേട്ടൻ വരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ രാവിലെ വിളിക്കുമ്പോൾ ആ ചേട്ടൻ വരാൻ പറ്റില്ല, വൈഫിന് എന്തോ സുഖമില്ലാതെ ഇവിടെ ആലപ്പുഴ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരു ഉച്ചയ്ക്ക് മുന്നേ എത്തുന്നത് പ്രയാസമാണ്, മോള് വേറെ ആരെങ്കിലും വിളിയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾ ഉടമ്പടിയിലുള്ളത് കൊണ്ട് മാതാവ് സത്യത്തിൻ്റെ ദൈവമായതുകൊണ്ടും മാതാവ് നമ്മളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ശക്തമായി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആ ചേട്ടൻ്റെ കൂടെയാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് എല്ലാം ആ ചേട്ടന് മാത്രമേ അറിയാവൂ. മറ്റുള്ള ഉദ്യോഗസ്ഥർ കോടതിയിൽ നിന്ന് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അത് ആ ചേട്ടന് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് വിശദീകരിച്ച് കൊടുക്കാനും പറ്റൂ. ഞാൻ ആകെ വിഷമിച്ച് മാതാവിനോട് ഞങ്ങളെല്ലാവരും കൂടി ശക്തമായി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്, മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ്. ആലപ്പുഴയല്ല, ഇനി ഏത് ലോകത്താണെങ്കിൽ പോലും ഈ സമയത്ത് മാതാവ് ഇവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഉറപ്പായ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം കൈവിടാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കോടതിയിൽ നിന്നും 10:30 ആയപ്പോൾ അവർ ഇറങ്ങി. അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസിനെയും കൂട്ടി വരാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ആ ചേട്ടൻ ഇവിടെ എത്തുന്നത് വരെ അവരിവിടെ എത്തരുത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ സമയത്തിൻ്റെ മാതാവ് ആ ചേട്ടൻ ആലപ്പുഴയിൽ നിന്നും ഞങ്ങളുടെ തിരുവനന്തപുരം വരെ എത്തുന്നത് വരെ ആ പോലീസുകാർക്ക് തിരക്കും അതൊക്കെ ആയതുകൊണ്ട് വന്നില്ല. അവർ 1:30 കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ പുരയുടെ അളക്കാനായിട്ട് എത്തിയ സമയത്ത് ഈ ചേട്ടൻ ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്
അത് ഞങ്ങൾക്കറിയില്ല. ആദ്യം ഒരു അരമണിക്കൂർ, അതായത് ഇവിടെ നിന്ന് കൊട്ടാരക്കര വരെ എത്തിയെന്നറിഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്താൻ എന്തായാലും സാധിക്കൂല. സമയ ചുരുക്കത്തിൻ്റെ മാതാവ് അവർ അളവ് തുടങ്ങുന്നതിൻ്റെ സമയത്ത് തന്നെയാണ്. ഒരിക്കലും അരമണിക്കൂർ കൊണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് വർക്കല വരെ എത്താൻ സാധ്യതയില്ല. ആ ചേട്ടൻ എങ്ങനെയെന്നറിയില്ല അവിടെ എത്തുകയും ഞാൻ പറഞ്ഞതുപോലെ ആ ഉദ്യോഗസ്ഥൻ, പക്ഷേ 2 പ്രാവശ്യം അളവിന് വന്ന ആ കോടതിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥനല്ല അന്ന് വന്നത്. സർവേയർ അത് തന്നെയായിരുന്നു. സർവേയരും ഈ വക്കീലും എല്ലാവരും കൂടി അവർക്ക്, അതായത് നമ്മളെ എതിർഭാഗത്തിനായിരുന്നു അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ തന്നെയാണ്. കോടതി ഞങ്ങൾക്ക് 10 സെൻറ്റ് തന്നിട്ടും പക്ഷേ ഈ വക്കീലും ഈ സർവേയരും, അതായത് കോടതിയിൽ നിന്ന് വരുന്ന സർവേയരും ഇവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചതൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചത് സത്യം മാത്രം ജയിക്കണം. ആരായിരുന്നാലും സത്യം മാത്രമേ ജയിക്കാവൂ. അമ്മ സത്യത്തിൻ്റെ കൂടെ നിൽക്കാവൂ. പക്ഷേ അമ്മ സത്യത്തിൻ്റെ കൂടെ തന്നെ നിന്നു. ഞാൻ പറയുന്നതും ആ സർവേയർ പറയുന്നതും, അതായത് ഞാൻ വിളിച്ചുകൊണ്ട് വന്ന സർവേയർ പറയുന്നതും ആ കോടതിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥനെല്ലാം മനസ്സിലായി. അവർ കള്ളം പറഞ്ഞതാണെന്നും അവർ ഇതിൽ നിന്നും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് 10 സെൻറ്റ് തികയ്ക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇവർക്ക് അപ്പുറത്തെ പുരയിടത്തോട്ടിലോട്ട് കയറി അളക്കുന്നതെന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് അതങ്ങനെ പറ്റൂല, ഞാൻ പറയുന്നത് പോലെ അളന്നാൽ മതി. ഇപ്പുറത്തെ പുരയിടത്തിൽ ആദ്യം ഫസ്റ്റ് അളക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് അളന്നു തരിക, അത് കഴിഞ്ഞ് മറ്റുള്ള അവർക്ക് അളന്നു കൊടുക്കുക. പക്ഷെ അത് അവർ സമ്മതിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങനെ പറ്റൂല, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന്. പിന്നെ ആ കോടതിയിൽ നിന്ന് വന്ന ആ സർവേയർക്ക് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് 10 സെൻറ്റ് മറ്റുള്ള പുരയിടത്തിൽ കയറാതെ ഞങ്ങൾക്ക് ശരിയായി കൃത്യമായി അളന്ന് തന്നു. അത് കോടതിയിൽ ഇനി അത് റീ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി അവർ അടുത്ത കേസിന് പോയാലും ഒരു കോടതിയിലും അത് റീ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അത് ഒരു കോടതിയിൽ പോയാലും ഇനി അത് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന്, പിന്നെ എനിക്ക് അതായത് ഈ കോടതിയിലെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും ഈ സർവേയറും വക്കീലും ഒക്കെ പറ്റിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയ ചുരുക്കത്തിനുള്ളിൽ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടുകയും എൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും എനിക്ക് എല്ലാം പറഞ്ഞു തരികയും ചെയ്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്. അതായത് ഞാനും എൻ്റെ കുടുംബവും ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ പണ്ട് കണ്ടിട്ട് പോലുമില്ല. അത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വിട്ടതാണെന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ അതൊന്നും പറഞ്ഞ് എന്നെ പഠിപ്പിച്ച്, അതും അയാൾ എന്നെ കണ്ടിട്ട് കൂടിയില്ല, ഇങ്ങനെ പഠിപ്പിച്ച് എന്നെ ഇങ്ങനെ വിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുമല്ല, എനിക്കും ഞാൻ ഉപ്പ് കഴിച്ചതിന് ശേഷം പറഞ്ഞു, മാതാവേ ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാം കൃത്യമായി ആ ഉദ്യോഗസ്ഥൻ എന്നെ പഠിപ്പിച്ച് വിട്ടതുപോലെ എല്ലാം കറക്റ്റായിട്ട് പറയാനുള്ള അനുഗ്രഹം നീ തരണേ. ഞാനല്ല സംസാരിക്കുന്നത്, മാതാവായിരിക്കണം അവിടെ സംസാരിക്കേണ്ടത്. അതുപോലെ മാതാവ് തന്നെയാണ് സംസാരിച്ചതും അത് ആ കോടതിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥന് മനസ്സിലാവുകയും അതെല്ലാം ക്ലിയർ ചെയ്ത് തരികയും ചെയ്തു. ഇവിടെ എല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. അതുപോലെ ഞാനൊരു ദിവസം, എല്ലാവരും പറയും മഴവില്ല് കണ്ടു, മുല്ലപ്പൂവിൻ്റെ വാസന ഉണ്ടായി എന്നൊക്കെ. അങ്ങനെ ഞാനും ഒരു ദിവസം എൻ്റെ വീട്ടിലിരുന്ന് ജനലിനരികിലിരുന്ന് ആകാശത്ത് നോക്കി കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒരു പച്ചയും ചുവപ്പും നിറം ബ്ലിങ്ക് ചെയ്ത് വന്നിട്ട് വലിയൊരു മഴവില്ലായിട്ട് വന്നു. അതൊരു 20 മിനിറ്റോളം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കാണിച്ചു. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കാണാൻ പറ്റി, സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് മാത്രം പറ്റുന്നില്ല എന്ന് എൻ്റെ ഹസ്ബൻഡിന് ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ച് നോക്ക്, അപ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം പറഞ്ഞു, എല്ലാവർക്കും കാണിച്ചു മാതാവേ, എനിക്കും ഒന്ന് മാതാവിൻ്റെ സാന്നിധ്യം കാണണമെന്ന്. എൻ്റെ ഹസ്ബൻഡ് മൊബൈൽ ഫോണിൽ ഒരിക്കലും മാതാവിൻ്റെ ഈശോയുടെ ഫോട്ടോയൊന്നും സ്റ്റാറ്റസ് ഇട്ടിട്ടേ ഇല്ല. പുള്ളി സ്വന്തം ഫോട്ടോ മാത്രമാണ് മാറി മാറി ഇടുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ കൃപാസനത്തിലെ കാര്യം അവരുടെ കോളേജിലെ സ്റ്റാഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ മാതാവിൻ്റെ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ പറഞ്ഞ് എന്നെ അപ്പോഴത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കുമെന്ന്. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെത് അല്ല, സോറി, നിങ്ങളുടെ ഫോട്ടോ. അയ്യോ അല്ല, എനിക്ക് കാണുന്നത് മാതാവിൻ്റെതാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം നീ നോക്ക്. ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ ഫോട്ടോ തന്നെയാണെന്ന്. അപ്പോൾ പറഞ്ഞ്
അപ്പോൾ അവർ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം വീണ്ടും അവരുടെ ഫോട്ടോ. അങ്ങനെ ഒരു സാന്നിധ്യം എൻ്റെ ഹസ്ബൻഡിനുണ്ടായി. പിന്നെ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാവരും പൈസ ഇട്ട് പാവപ്പെട്ട രോഗികളായ ആൾക്കാർക്ക് ഞങ്ങൾ സഹായിക്കാറുണ്ട്. പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ ഹോസ്പിറ്റലും വഴിയോരങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം എല്ലാ ഹോസ്പിറ്റൽ, വീടുകൾ, അങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ആറ്റിങ്ങൽ കരുണാലയത്തിൽ പോയി ഞങ്ങൾ അവിടെ വയസ്സായ അമ്മമാരെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവിടുത്തെ ചേച്ചിമാരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഈ ആദ്യമൊക്കെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അങ്ങനെ വലുതായി പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ചേട്ടൻ്റെ രോഗസൗഖ്യത്തോടു കൂടി ഞങ്ങളെല്ലാവരും വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയുണ്ട്. പിന്നെ എനിക്ക് കൊന്ത ഒരു ചേച്ചിയുടെ നിന്ന് ഞങ്ങളത് പഠിച്ച് ഞങ്ങളിപ്പോൾ എല്ലാവരും കൊന്ത ചൊല്ലും. എല്ലാ ദിവസവും ബൈബിള് വായിക്കും. ഇതൊക്കെയാണ് ആത്മീയ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ. ഹസ്ബൻഡും കൊന്ത ചൊല്ലും, ബൈബിള് വായിക്കും. എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്.